Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Okay, good afternoon. തുടങ്ങാം. ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? അബ്ദുൾ സമദിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് പറയൂ. എന്റെ പേരെന്താ? ഓക്കെ, എന്നെ കഴിച്ചു. പേര് പറയാമോ? ആരെ? അബ്ദുൾ സമദ് എന്ന് പറയുന്ന ആളുടെ പേരൊന്ന് പറയോ? എന്താണ് മോക്കളുടെ പേരെന്താ? സൗദ. സൗദ അല്ലെ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ആങ്ങളെ അബ്ദുൾ സമദ്. ആ, ഓക്കെ ഓക്കെ. ആളുടെ പേരാണ് അബ്ദുൾ സമദ് അല്ലെ? അവളുടെ പേര് സൗദ. സൗദയാണ് ഇപ്പോഴും ക്ലാസ്സില് എന്താണ് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ പോകുമ്പോ നോമ്പ് കുഴപ്പമില്ല. നോമ്പൊക്കെ ക്ഷണിക്കട്ടാ. ഇവിടെ സ്ഥലം കാസർഗോഡാണോ? അല്ല, വടകര. വടകര, കോഴിക്കോട് അല്ലെ? കോഴിക്കോട്. കോഴിക്കോട്. സംസാര രീതി വ്യത്യാസമുള്ളതുകൊണ്ട് ചോദിച്ചതാട്ടോ. കാസർഗോഡ് ഒരു തോന്നിയിരിക്കും, അതുകൊണ്ടാണ്. മേഡം, എനിക്ക് ഓൺലൈൻ എക്സാം എഴുതുന്ന അറിഞ്ഞൂടാ. ഓൺലൈൻ എക്സാം എഴുതാൻ അറിയില്ലാന്നോ? ടൈപ്പ് ചെയ്യുന്ന അറിഞ്ഞൂടാ. ടൈപ്പ് ചെയ്യണ്ട, മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ടീച്ചറോട് പറഞ്ഞേക്ക്. ഞാൻ ചോദിച്ചേ പേപ്പറിൽ എഴുതിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാ മതിയോ ആൻസർ എന്ന്. അതൊക്കെ അറിഞ്ഞൂടാ. ഇതിനെ ചിരിക്കാനുള്ള വക എല്ലാവർക്കും ചിരിക്കുക. മേഡം, അതൊക്കെ അറിഞ്ഞൂടാ. എന്റെ അന്യം വന്നിട്ടുണ്ട്. ആങ്ങളുണ്ട് കൂടാ. ആങ്ങളെ പറഞ്ഞു തരുത്താ. എന്താണ്? ആങ്ങളെ പറഞ്ഞു തരുത്താ. ഫോണിൽ എനിക്ക് അങ്ങനെ ഒന്നും പരിചയമില്ല. ആ, ഓക്കെ ഓക്കെ. അത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. എളുപ്പമാണ് കേട്ടോ. അത് പറയാട്ടോ. എക്സാമിന്റെ സമയം പറയും. എളുപ്പമാണ്, അത് ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് നമുക്ക് ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പഠിക്കുന്നതല്ല നമുക്ക് പ്രശ്നം. എക്സാം വരെ ടൈപ്പ് ചെയ്തതാ. എക്സാമിന്റെ ആൻസർ നമ്മുടെ ടൈപ്പ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്ര മാത്രം അറിഞ്ഞാൽ മതി. ശരി, മാർക്ക് ചെയ്തതാ? ആ, ശരിയായത് മാർക്ക് ചെയ്താൽ മതി. ആ, ഓക്കെ ഓക്കെ. 2 പേപ്പറിൽ എത്തിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചതാ. ഇറന്ന് വയ്യുള്ള അല്ല, പിന്നെ ഞാൻ അങ്ങ് വന്നിട്ട് എഴുതണം. ശരി ശരി. എറണാകുളം വന്നിട്ട് എഴുതണം. എറണാകുളത്തേക്കൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ചെയ്താൽ മതി. എന്റെ അനിയൻ എറണാകുളത്ത് പഠിക്കുന്ന. ഓ, അത് ശരി ശരി. ലോജിസ്റ്റിക്. ലോജിസ്റ്റിക്സ് അല്ലേ? അപ്പൊ അതല്ലാണ്ട് സൗദ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം സൗദ തന്നെ ചെയ്യണം. എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ അതിനു വേണ്ടി ഒരു പ്രാവശ്യം ഞാൻ പഠിച്ചു. ഒരു പ്രാവശ്യം ചെയ്യണം. അതിനുള്ളൊരു അവസരം അത് അങ്ങനെ വിചാരിക്കും കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് കേട്ടോ. നമുക്ക് ആ ഒരു എന്തായാലും ഒരു പ്രശ്നം ചെയ്യാണ്ട് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ ചെയ്ത് നോക്കാം, പറയാൻ പറ്റും. പിന്നെ പഠിച്ചു. ബുദ്ധിമുട്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. സൗദിന്റെ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. ക്ലാസ്സിൽ പോയിട്ട് അപ്പൊ കുറച്ചൊക്കെ അതെന്താ ശ്രീജ എന്താ പറയുന്നുണ്ട്? എന്താണ്? ക്ലാസ് റൂമിൽ പോയിട്ട് ചെയ്താൽ മതി പറയാം. അതെ. ക്ലാസ് റൂമിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറില്ലേ? സൗദ ചെയ്യാറുണ്ടോ മോക്ക് ടെസ്റ്റുകള്? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ.
അറിഞ്ഞൂടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാണ്ടിരിക്കാനോ? അപ്പൊ ഞാനിവിടെ എനക്ക് അറിഞ്ഞൂടാ, എങ്ങനെയാ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അറിഞ്ഞൂടാ, അതാ ചെയ്യാത്ത. ആണോ? അപ്പൊ മോക്ക് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ക്ലാസ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലുള്ളവര്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് എന്തായാലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. സൗദയ്ക്ക് പറഞ്ഞു കൊടുക്കണം. സൗദ അത് തന്നെ ചെയ്ത് പരിശീലിച്ചാൽ മതി. അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ടീച്ചറോട് ചോദിച്ചാൽ പറഞ്ഞു തരും കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ അറിയില്ലല്ലോ സൗദ. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കണ്ടേ? അത് നമുക്ക് അറിയില്ല. തമ്പിന്റെ അടിയിൽ എന്റെ പേര് എഴുതിയ ടൈപ്പ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. തമ്പെടുത്ത് അറിഞ്ഞൂടും. യോന്നും പറഞ്ഞിട്ട് വരുന്നത് ഞാനാ. സൗദ എന്താണ്? യോന്നും പറഞ്ഞിട്ട്. സൗദ എന്താണ് പഠിച്ചത്? ഞാന് നഴ്സിംഗ് പഠിച്ചിക്ക്. നഴ്സിംഗോ? എന്നിട്ട് സിഗ്നേച്ചർ അറിയൂലേ? ഓ, അന്നേരം ഒന്നും ഫോണ് കൈ കിട്ടലില്ല, ഫോൺ എടുക്കറ്. ഓക്കെ. ഫോണില് സിഗ്നേച്ചർ ഇടാൻ അറിയില്ല. ഇല്ല. ഫോൺ ഇപ്പം കിട്ടി തുടങ്ങിക്കാളൂ. ഓക്കെ ഓക്കെ. അത് കുഴപ്പമില്ല സൗദ, നമുക്കത് റെഡിയാക്കാം കേട്ടോ. എന്തായാലും ഡെയിലി മോക്ക് ടെസ്റ്റുകള് നിങ്ങളുടെ ഗ്രൂപ്പില് അവര് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. CJ ഒക്കെ ഉണ്ട്, എല്ലാവരും സൗദനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കണേ. പറഞ്ഞു കൊടുത്ത് അത് ചെയ്യാൻ. സൗദന് പോകുന്നില്ലേ? ഓ, റിവിഷൻ ക്ലാസ് പോകുന്നില്ലേ? സൗദ ഗ്രൂപ്പിലുണ്ടോന്ന് ഡൗട്ടാ. ഇല്ല, ഗ്രൂപ്പിലില്ല. ഏടാവാൻ അറിയണമല്ലോ സ്വന്തമായിട്ട്. ഏടാവാൻ അറിയാടാ. സൗദ ആകെ ക്ലാസ് കേൾക്കുന്നു, ഫോൺ എടുത്ത് വെക്കുന്നു. സൗദ ക്ലാസ്സിൽ ഏടാവാലോ. സൗദയ്ക്ക് ഒന്ന് അയച്ചു കൊടുക്കൂ. അതിരില്ലേ? കേട്ടോ. അറിയില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കണം. ഗ്രൂപ്പിൽ ആഡ് ആക്കണം കേട്ടോ. ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എന്താണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും സഹായിക്കും കേട്ടോ. സൗദനെ സഹായിക്കും കേട്ടോ. അടുത്ത ദിവസം വരുമ്പോ ഗ്രൂപ്പിൽ ആഡ് ആവണം കേട്ടോ. അപ്പൊ അവിടെയുള്ളവർ പറഞ്ഞു. നമുക്കൊന്നും അറിയാത്തത് എന്ന് പറയുമ്പോൾ അതിൽ മോശം ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയുന്നവര് പറഞ്ഞു തരും. പിന്നെയും കൂടെ ഒന്ന് ആഡാക്കുവോ ഗ്രൂപ്പില്? ശരി, അപ്പൊ ഞാൻ ഓൾമ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാം പിന്നെയും കൂടെ ഒന്ന്. ശരി. അഖിലേനെ ഒന്ന് ആഡ് ചെയ്തേക്കണോ കേട്ടോ. ഗ്രൂപ്പ് അഡ്മിൻ ആരാണെന്ന് വെച്ചാൽ അഖിലേനെയും കൂടെ ആഡ് ആക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഒരു ഫാമിലി ആയിട്ട് എപ്പോഴും പോവാനായിട്ട് നോക്കണം കേട്ടോ. എനിക്ക് ബാച്ചിൽ അങ്ങനെയാണ്. അവരൊരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവര് തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പല പല സ്ഥലങ്ങളിലുള്ള ഒത്തിരി ആളുകളായിട്ടൊക്കെ നിങ്ങൾക്കൊരു സൗഹൃദം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ. അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തരും കേട്ടോ. നമുക്കിനി ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ നമുക്ക് റോള് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അതോട് കൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ആതിര മിസ്സിനെ എടുക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇപ്പൊ നമുക്ക് മാർച്ച് 15 വരെയാണ് നമ്മുടെ ഇതിന്റെ ഡേറ്റ് പറഞ്ഞത് കേട്ടോ. മാർച്ച് 15-നുള്ളിൽ 1ഉം 2ഉം കൂടിയുള്ള ചാപ്റ്റേഴ്സ് തീർക്കണം. അങ്ങനെയാണ്. അപ്പൊ എന്റെ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിലെ നമ്മള് കഴിഞ്ഞ ദിവസം പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. 8 പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് കണ്ടത് അല്ലെ. 8 പോയിന്റുകൾ അല്ലെ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹാൻഡ് വാഷിംഗ്, പിന്നെ യൂസിങ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഡിസ്ഇൻഫെക്റ്റിംഗ് സർഫസസ് അല്ലെ. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഏത് കമ്മിറ്റി പഠിക്കുമ്പോഴും ഞാൻ വീണ്ടും പറയാണ്, ചെയർപേഴ്സൺ, സെക്രട്ടറി ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ. അതൊക്കെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്
റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് കേട്ടോ. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. നമ്മുടെ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ശ്രീജറിന് ഈ കമ്മിറ്റി ഒരു പ്രശ്നമാണത്? ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്മിറ്റി പ്രശ്നമാണോ? എല്ലാ കമ്മിറ്റി എല്ലാത്തിലും ഉണ്ടല്ലേ കമ്മിറ്റി പഠിക്കുമ്പോഴേ കൂടുതൽ ക്വസ്റ്റ്യൻ വരെ ചെയർപേഴ്സൺ ആരാണ്, സെക്രട്ടറി ആരാണ്, അങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് ഏത് കമ്മിറ്റി പഠിക്കുമ്പോഴും നോക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതാണ്, അറിയാലോ. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 7 പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റുകൾ നോക്കാം. ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ. എന്തിനൊക്കെയാണ് അവരുടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കിയേ. ഫസ്റ്റ് വൺ, ടു ഓവർസീ, കോർഡിനേറ്റ് all infection control activities to ensure an effective program. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന വളരെ ആ ഒരു പ്രോഗ്രാം അല്ലെ, ആ ഒരു പ്രോഗ്രാം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യുക അല്ലെ. എല്ലാ ആക്ടിവിറ്റീസുകളും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷനെ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അവിടെ നടപ്പിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അത് ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് നടപ്പിലാക്കണം. അങ്ങനെ ഒരു ഇഫക്റ്റീവ് പ്രോഗ്രാം അത് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് പ്രോഗ്രാമാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം കേട്ടോ. അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യുക അല്ലെ. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക കേട്ടോ. അതിന് നേതൃത്വം വഹിക്കേണ്ടത് ആരാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓക്കെ, ടു ഓവർസീ, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ an effective program. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഓർഗനൈസ് an epidemiological monitoring program for the nosocomial infections. എന്താണ് ഓർഗനൈസ് an epidemiological monitoring program for the nosocomial infections. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അതിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ പറ്റി പഠിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യാട്ടോ. അതാണ് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം. ആ ഒരു ഇൻഫെക്ഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു എന്താണ് സ്പ്രെഡിങ്, അല്ലെങ്കിൽ അത്തരം ഇൻഫെക്ഷനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുക, അതിനെപ്പറ്റി പഠിക്കുക, അത് ഏത് രീതിയിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓർഗനൈസ് an epidemiological monitoring program for the nosocomial infections. ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം. എന്തിനു വേണ്ടിയിട്ടാണ്, ടു സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാർമസി ഉണ്ടല്ലോ, ഫാർമസിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡെവലപ്പ് എ പ്രോഗ്രാം that supervise the use of anti-infection drugs. അതായത് നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചപ്പോ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. പക്ഷെ അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും, ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സുകളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇത്തരം ഡ്രഗ്സുകളെ എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ നമ്മൾ അതിന്റെ ഉപയോഗം മാനേജ് ചെയ്യണം, അതിനെ പറ്റിയിട്ട് എന്താണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫാർമസിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം. ഫാർമസിയുടെ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് അവിടെ ആവശ്യമാണ് അല്ലെ. എന്തുകൊണ്ടാണ്, ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്, ഇത്തരം ആന്റിബയോട്ടിക്സ്
ആന്റിവൈറൽ ഡ്രഗ്സുകളുടെ അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിന് ഫാർമസിയുമായിട്ട് എന്ത് ചെയ്യണം, ചേർന്ന് പ്രവർത്തിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം ദാറ്റ് സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. നാലാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് ദ പേഷ്യന്റ് റിസ്ക്. അതായത് ഓരോ പേഷ്യന്റിനും അവരുടെ റിസ്കിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പരിചരണങ്ങള് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ പഠിച്ചപ്പോ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള കണ്ടീഷൻസും സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. വയസ്സായ ആളുകള് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അത്തരത്തിൽ ഓരോ പേഷ്യന്റിന്റെയും റിസ്ക് വ്യത്യസ്തമാണല്ലോ. അപ്പൊ ഓരോ പേഷ്യന്റിനെയും അവരുടെ റിസ്കിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പരിചരണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, check the efficacy of the methods of disinfection and sterilization and efficacy of the systems. Efficacy or efficiency എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് നമ്മൾ ഈ പറയുന്ന ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ സ്റ്റെറിലൈസേഷൻ അത്തരം മെത്തേഡ്സുകളുടെയൊക്കെ കാര്യക്ഷമത പരിശോധിക്കാം അല്ലെ. അതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് അല്ലെ. ഡിസ്ഇൻഫെക്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരം മെത്തേഡുകളുടെയൊക്കെ ആ ഒരു എഫിഷ്യൻസി, കാര്യക്ഷമത അവിടെ പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടൊക്കെ അവരത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഡിസ്ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ, സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ കാര്യക്ഷമത അവിടെ പരിശോധിക്കുക എന്നുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? ഡെവലപ്ഡ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് ആ ഒരു ക്ലീൻലിനെസ് അല്ലെ, ആ ഒരു ശുചിത്വം അല്ലെ, അത് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? എല്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, മറ്റ് അനുബന്ധ മെഡിക്കൽ ജീവനക്കാരൊക്കെ ഉണ്ട് അല്ലെ, മറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്, അവർക്കൊക്കെ ഈ ഒരു എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകളില് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഭാഗമാക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഒക്കെ ഭാഗമാവണം എന്ന് പറയുന്നത്? ബിക്കോസ് ഇതിനു വേണ്ടിയിട്ടാണ് ടു എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ക്ലീൻലിനെസ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലീൻലിനെസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെ. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, മറ്റു മെഡിക്കൽ അനുബന്ധ ജീവനക്കാരുടെയൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകള്, അത്തരം ടീച്ചിങ് പ്രോഗ്രാംസുകളിലൊക്കെ ഭാഗമാക്കുക അല്ലെ. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് എക്സ്പെർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ്, അതായത് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ പറയുന്ന അസിസ്റ്റൻസ്, ഗൈഡൻസ് അല്ലെ, അതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇത്തരം ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഇനി അവരുടെ റോളിൽ വരുന്ന കാര്യങ്ങളാണ്. കിട്ടിയോ? അപ്പൊ എന്തൊക്കെയാണ് റോൾ ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലില് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ ആ ഒരു ട്രാക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഇൻഫെക്ഷന്റെ സ്പ്രെഡിങ്, അതിനെ പറ്റി പഠിക്കുന്നതിനും അതിനെ പറ്റി അനലൈസ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകള്
ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, കോമൺ ആയിട്ട് ഒത്തിരി നോസോകോമിയൽ ഇൻഫെക്ഷൻ, കോമൺ ആയിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന് അതിന്റെ സ്പ്രെഡിങ് എങ്ങനെയാണ് അല്ലെ, അതെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ ഇത്തരം ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതിനും അതിന്റെ മാനേജ്മെന്റിനും വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. പിന്നെ ഓരോ പേഷ്യന്റിനും റിസ്കിനനുസരിച്ച്, അവരുടെ റിസ്ക് ലെവൽ ഓഫ് റിസ്കിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു പരിചരണം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളുടെ എഫിഷ്യൻസി പരിശോധിക്കുക. ഓക്കെ, പിന്നെന്താണ്, ഹോസ്പിറ്റലില് ശുചിത്വം വർദ്ധിപ്പിക്കുന്നതിന് ഈ പറയുന്ന അതിന്റെ ഭാഗമാവുക അല്ലെ, വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകളുടെ ഭാഗമാവുക. അതുപോലെ നമ്മൾ മെഡിക്കൽ നഴ്സിംഗ്, മറ്റ് മെഡിക്കൽ ജീവനക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഭാഗമാവുക. പിന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ്, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇത്രയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ് കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സിന് അങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വരില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കോവിഡ് സമയത്തൊക്കെ കുറേയും കൂടെ ഇതിനെ പറ്റി മനസ്സിലാക്കി അല്ലെ. ഹാൻഡ് വാഷിംഗ് വെറുതെ കൈകഴുകലല്ല, ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളും കാര്യങ്ങളും ഉണ്ട്. ആ രീതിയിൽ വേണം അത് വാഷ് ചെയ്യാനായിട്ട്. നമ്മള് പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ടിവിയിലും മറ്റൊക്കെ വന്നിട്ട് ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ അന്ന് തീമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കുറേ കൂടെ മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല, നമ്മൾ ശരിയായ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ആ ഒരു പ്രിവെന്റീവ് മെഷേഴ്സിൽ പഠിച്ചതാണ് ഏറ്റവും എന്താ, നമുക്ക് ഒട്ടും ചെലവൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെന്റീവ് മെഷറിലൊന്നാണ് ഇത് ഹാൻഡ് വാഷിംഗ്. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തത് കൈ കഴുകലല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് അല്ലെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിച്ചു വിടാം, വേറൊന്നും ഇല്ല അതിനകത്ത്. അതിന്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പിക്ചേഴ്സിന്റെ ഓർഡറിലല്ല കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയ ഓർഡറും ഈ പിക്ചേഴ്സിന്റെ ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് അവിടെ എഴുതിയതൊന്ന് വായിക്കാം കേട്ടോ. ആദ്യത്തെ പറയുന്നത് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ് കേട്ടോ. ഓക്കെ, എപ്പോഴും വീട്ടിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. കയ്യിൽ ആവശ്യത്തിന് സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ ഓർ ഹാൻഡ് വാഷ് എന്താന്ന് വെച്ചത് എടുക്കുക. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ് കേട്ടോ. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കാര്യം രണ്ടാമത്തെ പറഞ്ഞ കാര്യം നാലാമത്തെ പിക്ചറിലാണ് കേട്ടോ വരുന്നത്. പിക്ചർ അവിടെ എടുക്കട്ടെ, പിന്നെ നോക്കാം. ജസ്റ്റ് വാങ്ങിച്ചാൽ മതി. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. നമ്മൾ ഇങ്ങനെ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, കൈ റബ്ബ് ചെയ്യാം അല്ലെ. പിന്നെ എന്താണ്, റബ്ബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഇന്റർലേസ്. നമ്മളുകൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്യില്ലേ, ഈ രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ രീതിയിൽ റബ്ബ് ചെയ്യാം. പിന്നെ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തം ഗ്രിപ്ഡ് വിത്ത് ലെഫ്റ്റ് തം ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ നമ്മുടെ തമ്പ്, ഈ തമ്പിന്റെ ഭാഗങ്ങള്, ഈ വിരലുകള് എന്ത് ചെയ്യുന്ന റബ്ബ് ചെയ്യുക. പിന്നെ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് എ ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രവൈസ്. അതായത് നമ്മൾ ഇങ്ങനെ റൊട്ടേഷണൽ റബ്ബിംഗ് നടത്തില്ലേ, ഈ രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്, റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ. അതുപോലെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗം, അത് ഇതുപോലെ തന്നെ നമ്മൾ റബ്ബ് ചെയ്തിരുന്നു. കൈയുടെ മാത്രമല്ല, നമ്മുടെ റിസ്റ്റിന്റെ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം അല്ലെ. അപ്പൊ രണ്ട് റിസ്റ്റുകളും നമ്മളിങ്ങനെ വാഷ് ചെയ്യുക. പിന്നെ റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ് അല്ലെ. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ബ്രഷ്, നഖത്തിലൊക്കെയാണ് പെട്ടെന്ന് അഴുക്ക് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ റബ്ബ് ദ നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ് അല്ലെ. സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നെയിൽസ് ഒക്കെ റബ്ബ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, ദെൻ ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. പിക്ചർ വായിക്കാം നമുക്ക് കേട്ടോ. പിക്ചർ ഒന്ന് വായിച്ചു നോക്കാം. പിക്ചറിന്റെ ഓർഡറും അവിടെ പറഞ്ഞ ഓർഡറും വ്യത്യാസമുണ്ട്. നോക്കിയേ, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, കൈ നനയ്ക്കുക. then apply in a soap to cover all the hand surfaces. soap solution എടുക്കുക. കണ്ടോ, റബ്ബ് ഹാൻഡ്സ് പാം ടു പാം, ഇത് കാണാൻ പറ്റും. പാം ടു പാം നമ്മൾ റബ്ബ് ചെയ്യുക.
റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോർസം വിത്ത് ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. കേട്ടോ, ഈ രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്യുക. പിന്നെ ഇങ്ങനെ അടുത്തത് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. പിന്നെ ബാക്സ് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഫിംഗേഴ്സ്. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്യാൻ റബ്ബ് ചെയ്യാം. ദെൻ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തം ക്ലാസ്പ്ഡ് ഇൻ റൈറ്റ് ടു പാം ആൻഡ് വൈസ് വേഴ്സ. നമ്മുടെ എന്താണ് തമ്പ്. ഓക്കെ, തമ്പ് നമ്മൾ ഇതുപോലെ റൊട്ടേഷനിൽ നമ്മൾ റബ്ബ് ചെയ്യുക. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഈ രീതിയിൽ വാഷ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സുകൾ ഉണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ വെറുതെ കൈ എഴുതണ പോലെയല്ല, ഇതേ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. അതിനുശേഷം റിൻസ് ഹാൻഡ്സ് വിത്ത് വാട്ടർ കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലോണം റിൻസ് ചെയ്യുക. ഡ്രൈ തറോവിലി വിത്ത് സിംഗിൾ യൂസ് ടവൽ. സിംഗിൾ യൂസ് ടവൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ലപോലെ കൈ ഡ്രൈ ആക്കുക. യൂസ് ദ ടവൽ ടു ടേൺ ഓഫ് ദ ഫോസറ്റ്. ടവൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പൈപ്പ് അടയ്ക്കാം. And now your hands are safe. അല്ലെ? അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അതിന് പറയുന്ന മറ്റൊരു പേര് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. സമയം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്. മോസ്റ്റ് കോമൺ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ അതിന്റെ സിംറ്റംസുകൾ, പ്രധാനപ്പെട്ട അതിന്റെ സോഴ്സസുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകളിലൂടെയാണ് ഇൻഫെക്ഷൻ വരുന്നത്, പിന്നെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതിലെ ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. കോണ്ടാക്ടിന് രണ്ടെണ്ണം ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഓക്കെ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, എയർ ബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അങ്ങനെ 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് 8 പോയിന്റുകളാണ് പഠിച്ചത് കേട്ടോ. 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മിറ്റി അതിന്റെ ഒരു ഭാഗമാണ്. കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഇത്രയുമാണ് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇപ്പൊ എടുത്തതൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ എടുത്ത ആ റോളും അതുപോലെ തന്നെ ആ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയില്ലേ എല്ലാവരും? നമുക്ക് എന്നാൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 2-ന്റെ 11ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ആംബുലൻസ് സർവീസസ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ആംബുലൻസ് സർവീസില് ഇതുപോലെ തന്നെ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ അല്ല, എങ്കിലും അത്യാവശ്യം വേണ്ട ഒരു ഐഡിയാസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ആംബുലൻസ് അല്ലെ, ആംബുലൻസ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അതിന്റെ മീനിങ് എന്താണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ട്, ഫങ്ഷണൽ ടൈപ്സ് കേട്ടോ. അത് ചെയ്യുന്ന ഫങ്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പല ടൈപ്പ് ആംബുലൻസുകൾ ഉണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ആംബുലൻസ്, ഫങ്ഷണൽ ടൈപ്സ് പഠിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് കെയർ കേട്ടോ.
ലെവൽ ഓഫ് കെയർ, അവർ കൊടുക്കുന്ന കെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആംബുലൻസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് 4 ലെവൽ ഓഫ് ആംബുലൻസ് നമുക്ക് പഠിക്കാനുണ്ട്. റോഡ് ആംബുലൻസ് കേട്ടോ. ഓക്കെ, മിക്കവാറും നിങ്ങൾ ആംബുലൻസ് ഒക്കെ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കാം, ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ടൈപ്പ് ആണ്, A ടൈപ്പ് ആണോ, അത് B ടൈപ്പ് ആണോ, D ടൈപ്പ് ആണോ എന്നൊക്കെ, D എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ആംബുലൻസിന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഏത് ടൈപ്പ് ആണ് ആംബുലൻസ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നോർമലി നിങ്ങൾ ആംബുലൻസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കും, ഓട്ടോമാറ്റിക് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആംബുലൻസിൽ ഉള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, പൊതുവെ നമ്മൾ ഒരു ആംബുലൻസിൽ കീപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ അതിന്റെ സൈനുകൾ കേട്ടോ, വാർണിംഗ് സൈനുകൾ, പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സും ഉണ്ട്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സുകളുണ്ട്. അത് ഏതൊക്കെയാണ് അത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ക്രൂ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതിന്റെ ക്രൂവിങ്ങുമായിട്ട്, അതായത് ആംബുലൻസിലുള്ള ക്രൂ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. നോക്കാം ട്ടോ. ആംബുലൻസ് സർവീസസ്, ആദ്യ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. An ambulance is a medically arranged vehicle which transports patients to treatment facilities such as hospitals. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, എന്തായാലും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. A dash is a medically arranged vehicle which transports the patients to treatment facilities such as hospitals. അതാണ് ആംബുലൻസ് ആണ് അല്ലെ. ആംബുലൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ടും മറ്റുമൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. ഓക്കെ, ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. അപ്പൊ നമ്മളിവിടെ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ്, ഒരു ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ആണ് ഒരു ആംബുലൻസിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റലിന് പുറത്തുള്ള പരിചരണങ്ങളാണ്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പരിചരണങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്, ആംബുലൻസിനകത്ത് കൊടുക്കുന്നത് അല്ലെ. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിന് പുറത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിചരണങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന ആംബുലൻസിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ambulances are used to react to medical emergencies by the emergency medical services, EMS. അപ്പൊ ഇതിനകത്ത് EMSന്റെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം, എമർജൻസി മെഡിക്കൽ സർവീസസ്. ആംബുലൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ്, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് EMS അല്ലെ, എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ ഭാഗമാണ് നമ്മൾ ഈ പഠിക്കുന്ന ആംബുലൻസ് അല്ലെ. പെട്ടെന്നുള്ള ഒരു എമർജൻസി സർവീസ് കൊടുക്കുന്ന സേവനങ്ങളാണ് അല്ലെ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. They can swiftly transport paramedics and other first responders to the scene, carry equipment for administering emergency care and transport patients to hospital or other definitive care. Okay. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആംബുലൻസിന്റെ പർപ്പസ് എന്താണ്, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ. അത് മാത്രമല്ല, they can swiftly transport paramedics and other first responders to the scene അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് തന്നെയാണ് അല്ലെ. ഈ പറയുന്ന രോഗികൾക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് എന്ത്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അല്ലെ. പാരാമെഡിക്സ് എന്ന് പറയുമ്പോൾ അവര് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അതായത് ഈ പറയുന്ന ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റും മറ്റു പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നതിനും ഏറ്റവും ലൈഫ് സപ്പോർട്ട്, അവർക്ക് വേണ്ട ലൈഫ് സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ലഭിച്ചിട്ടുള്ള ആളുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്റ്റാഫുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും, ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എമർജൻസി സീനിലോട്ട് ആദ്യം എത്തുന്ന ആൾക്കാർ നിങ്ങൾ അർത്ഥമുള്ളൂ കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആര് വേണമെങ്കിലും ആവാം, അതായത് ആ ഒരു എമർജൻസി സീനിലോട്ട് ഇനീഷ്യൽ എത്തുന്ന ആളുകള്, അതൊരു പക്ഷെ ആംബുലൻസ് ആവാം, ചിലപ്പോൾ പോലീസ് ആയിരിക്കാം, ചിലപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കാം, മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെങ്കിലും ആവാം, ആര് വേണമെങ്കിലും ആവാം. ആ ഒരു എമർജൻസി സീനിലോട്ട് ആദ്യം എത്തുന്ന ആളുകൾ, അതാണ് എന്ത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവർക്ക് എന്താണ്, ആംബുലൻസിന് ഈ പറയുന്ന പാരാമെഡിക് സ്റ്റാഫുകളെയും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനെയൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ.
അതുപോലെ തന്നെ ഒരു രോഗികൾക്ക് എമർജൻസി കെയർ ഒക്കെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ എക്യുപ്മെന്റ്സുകളും ഈ ഒരു വാഹനത്തിൽ സജ്ജമായിരിക്കും അല്ലെ. ഇതാണ് എന്ത് ആംബുലൻസ് എന്ന് പറയുന്നത്. വെറുതെ ആളുകളെ കൊണ്ടുപോകല് മാത്രമല്ല, അവർക്ക് വേണ്ട എമർജൻസി ആയിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സുകളൊക്കെ ഇതിനകത്തുണ്ട്, ആംബുലൻസിനകത്ത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ആംബുലൻസ് എന്നാണ് അവിടെ പറയുന്നത്. ആംബുലൻസ് ഇസ് എ പാർട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ആണ് അല്ലെ. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ ആണ് ആ ഒരു ആംബുലൻസിനകത്ത് നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആംബുലൻസ് എന്ന ടേം എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. പല നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The term ambulance comes from the Latin word ambulare. അതാണ് ambulare എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന ടേം ഒറിജിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് അതിന്റെ മീനിങ് നോട്ട് ചെയ്ത് വെക്കാം. ടു വാക്ക് ഓർ മൂവ് എബൌട്ട് എന്നാണ് കേട്ടോ. ടു വാക്ക് നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ആംബുലയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. Okay, the term ambulance that is derived from the Latin word. ഇത് word ആണ്, Latin word ആണ്. ഏതാണ് word? Ambulare. What is the meaning of the word ambulare? എന്താണ് അതിന്റെ meaning? To walk അല്ലെങ്കിൽ to move about എന്നുള്ള നടക്കുക, നീങ്ങുക എന്നൊക്കെ അർത്ഥം word ആണുള്ളത്. Okay, which is a reference to the early medical care where the patients were carried by lifting or wheeling. പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വാഹനങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പണ്ട് എങ്ങനെയാ രോഗികളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തോളിൽ ചുമന്ന് കൊണ്ടുപോകും അല്ലെ. അവര് തോളിൽ എത്തി ചുമന്ന് നടന്നു പോകുമായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ ഉന്തുവണ്ടിയിലോ അങ്ങനെയൊക്കെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ രോഗികളെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എത്തിച്ചിരുന്നത്. അപ്പൊ അതുമായിട്ട് റെഫർ ചെയ്തിട്ടാണ് അതിൽ ആ ഒരു നടന്നുകൊണ്ട് അല്ലെ, നടന്നൊക്കെ പോയിട്ടാണ് പേഷ്യൻസിനെ അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത്. അപ്പൊ ആ ഒരു അർത്ഥം വരുന്ന നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു ലാറ്റിൻ വേർഡ് ആണ് ആംബുലയർ. അതിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി there are so many types of ambulance. ആംബുലൻസ് പല ടൈപ്പ് ഓഫ് ആംബുലൻസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റോഡ് ഗോയിങ് ആംബുലൻസ് അല്ലെ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? വാനുകളാവാം, മോട്ടോർ സൈക്കിൾ, ബൈസിക്കിൾ, ബസ്സസ്, റോഡ് ഗോയിങ് ആംബുലൻസ് അല്ലെ. ഓക്കെ, രണ്ടാമത്തത് എയർ ഗോയിങ് ആംബുലൻസ്. എയർ ഗോയിങ് ആംബുലൻസ് ദാറ്റ് മീൻസ് ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. മൂന്നാമത്തത് വാട്ടർ ഗോയിങ് ആംബുലൻസ് അല്ലെ, ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ് എക്സെട്ര. ഇതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് ആംബുലൻസ് എന്ന് പറയുന്നത്. റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ ഉള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ, കുറച്ച് അഡ്വാൻസ്മെന്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവര് ഹെലികോപ്റ്ററിലാണ് അവര് നമ്മുടെ കേരളത്തിലോട്ട് അവർ കൊണ്ടുവരുന്നത് അല്ലെ. കൂടുതലും എയർ ഗോയിങ് ആംബുലൻസ്, പിന്നെ ചിലത് വാട്ടർ ഗോയിങ് ആംബുലൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതുവരെ ഒന്ന് വായിച്ച് ഇവരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അല്ലേ, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകള് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ആംബുലൻസ് എന്താണ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
എവിടെ നിന്നാണ് ആംബുലൻസ് എന്ന ടേം ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. ലാറ്റിൻ വേർഡ് ആംബുലയർ ആണ്. അതിന്റെ മീനിങ്ങും പഠിച്ചു വെക്കുക കേട്ടോ. ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, അത്ര മാത്രമാണ് അവിടെ മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫങ്ഷണൽ ടൈപ്സ് കേട്ടോ. ഫങ്ഷണൽ ടൈപ്സ് അതായത് ഒരു ആംബുലൻസ് അവർ ചെയ്യുന്ന ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പല ടൈപ്പുകളായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓരോന്നിനും എന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അതായത് ആംബുലൻസ് അവർ ചെയ്യുന്ന ഫംഗ്ഷൻ, അവർ എങ്ങനെയുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഫംഗ്ഷൻ 7 എണ്ണം ഉണ്ടോ, 7 ആയിട്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫങ്ഷണൽ ടൈപ്സ് എന്ന് നോക്കാം. ഒന്നാമത്തത് എമർജൻസി ആംബുലൻസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എമർജൻസി ആംബുലൻസ്. രണ്ടാമത്തത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. തേർഡ് വൺ ആംബുലൻസ് ബസ്. ഫോർത്ത് വൺ ചാരിറ്റി ആംബുലൻസ്. പിന്നെ അഞ്ചാമത്തത് ബരിയാട്രിക് ആംബുലൻസ്. ആറാമത്തത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. സെവൻത് വൺ സൈക്യാട്രിക് ആംബുലൻസ്. അങ്ങനെ 7 എണ്ണമായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസ് എന്ന് കേൾക്കുമ്പോൾ അറിയാലോ എന്തായിരിക്കും. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ്, ക്രിട്ടിക്കലി അസുഖം വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് അല്ലെ, ഇതാണ് എന്ത് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ് കേട്ടോ. എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ്. വിച്ച് ഗീവ്സ് ദ കെയർ ടു പേഷ്യൻസ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പക്ഷെ നമ്മൾ ഇനി കുറെ ടൈപ്പുകളൊക്കെ പഠിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ്. ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ഏറ്റവും ക്രിട്ടിക്കലി ആയിട്ടുള്ള അസുഖം വന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ട് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന് പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. അങ്ങനെ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാവാം? ദീസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ് ആവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് നോൺ ആസ് എയർ ആംബുലൻസ്, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്ട്. ഇത് വേണമെങ്കിലും ആവാം കേട്ടോ. അതിന്റെ ഫംഗ്ഷന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഞ്ചേർഡ് ആയിട്ടുള്ള ഇൽനെസ് ഉള്ള രോഗികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ആംബുലൻസ് ഈ പറയുന്ന റോഡ് ഗോയിങ് ആംബുലൻസ് ആവാം, എയർ ഗോയിങ് ആംബുലൻസ് ആവാം, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഒക്കെ അതിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ചിലതിനൊക്കെ കൺവെർട്ടഡ് വെഹിക്കിൾസ് ഉണ്ടാവും, ഗോൾഫ് കാർട്ട്. അതിന് ചില ഹോസ്പിറ്റലുകൾ റിസോർട്ടുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ, എമർജൻസി വന്നിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഇത്തരം ആംബുലൻസുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ. ഫംഗ്ഷൻ ആണ് നമ്മുടെ നോട്ട് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് അവിടെ തിരിച്ചേക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുക, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ, അത്രയേ ഉള്ളൂ. അവിടെ എമർജൻസി എന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്തിനു വേണ്ടി? ജസ്റ്റ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അവിടെ എന്താണ് അർജന്റ് കെയർ വേണ്ട, അതായത് നമുക്ക് എമർജൻസി കേസ് എന്നൊന്നും എടുത്തു പറയുന്നില്ല. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആംബുലൻസ് കേട്ടോ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അപ്പൊ നോക്കൂ, എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ ദ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് എ ഹോസ്പിറ്റൽ ഓർ ഡയാലിസിസ് സെന്റർ ഫോർ നോൺ അർജന്റ് കെയർ. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഫോർ നോൺ അർജന്റ് കെയർ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് അർജന്റ് കെയർ ആണ്, എമർജൻസി കെയർ ആണ് അല്ലെ. ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി ഉള്ള എമർജൻസി കെയർ ഒക്കെ കൊടുക്കുന്നത് എമർജൻസി ആംബുലൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും സ്റ്റാഫുകളും ആ ഒരു ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കും. അതേസമയം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഓൺലി ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് മാത്രമുള്ള അർജന്റ് കെയർ ഒന്നുമില്ല.
ജസ്റ്റ് അതിൽ വലിയ വലിയ സജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ എക്യുപ്മെന്റ്സുകളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അത്തരം ആംബുലൻസിൽ ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിലോട്ടൊക്കെ പേഷ്യന്റിനെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവന്നാക്കാനും അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് കേട്ടോ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. A vehicle which has the duty of transporting patients to, from, or between the location of medical treatment such as hospital ആവാം, ഡയാലിസിസ് സെന്റർ ആവാം, ഫോർ നോൺ അർജന്റ് കെയർ കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക. ഫോർ നോൺ അർജന്റ് കെയർ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ആംബുലൻസ് ആണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട്. അർജന്റ് കേസ് ഒന്നും അല്ല, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അതും ഈ പറഞ്ഞ പോലെ ദിസ് ക്യാൻ ബി വാൻസ് ആവാം, ബസ്സസ് ആവാം, മറ്റേത് വെഹിക്കിൾസും ആവാം. ഓക്കെ, ഇതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഫംഗ്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് മൂന്നാമത്തത് ആംബുലൻസ് ബസ് ആണ്. ആംബുലൻസ് ബസ്. ബസ് എന്ന് പറയുമ്പോൾ സിമിലർ ടു ദാറ്റ് ഓഫ് ബസ് പോലെ തന്നെയാണ്. കാരണം ബസ്സിന്റെ അതേ ഫ്രെയിം വർക്ക് തന്നെയാണ് അവിടെ വരുന്നത് കേട്ടോ. ബസ്സിന്റെ ഫ്രെയിമില് ബിൽഡ് ചെയ്തെടുക്കുന്ന ആംബുലൻസ് ആണ് കേട്ടോ. ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ബസ് തന്നെയാണ്, വലിയൊരു ബസ് പോലെ തന്നെയാണ് കേട്ടോ. എ ഹ്യൂജ് ആംബുലൻസ് കേട്ടോ, വലിയ ആംബുലൻസ് ആണ്. യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ടാക്സി that can move out and transport a great number of patients കേട്ടോ. ഓക്കെ, അപ്പൊ സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് മീൻസ് ബസ്സിന്റെ ഫ്രെയിം വർക്ക് ആണ്. സെയിം ഫ്രെയിം വർക്ക് ആസ് ദാറ്റ് ഓഫ് ദ ബസ്. ബസ്സിന്റെ അതേ ഫ്രെയിം വർക്ക് തന്നെയാണ് അതിനുള്ളത്. അതുപോലെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വെഹിക്കിൾ ആണ് കേട്ടോ. വലിയ ഹ്യൂജ് ആംബുലൻസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് they can move out and transport a great number of patients. ആ great number of patients എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചേ. അതാണ് നോട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു കൂട്ടം ആളുകളെ, ഒരു നമ്പർ ഓഫ് ആളുകളെ നമുക്ക് പേഷ്യൻസിനെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ള ആംബുലൻസ് പോലെ ഇത് ആംബുലൻസ് ബസ് ആണല്ലോ, വലിയ ആംബുലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ വല്ല ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മാസ് ഓഫ് ആളുകളെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഏറ്റവും നല്ലത് എന്താണ്? ഇത്തരത്തിലുള്ള ആംബുലൻസ് ബസ് ആണ്. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ് എന്ന് കണ്ടാൽ അത് ഏത് ടൈപ്പ് ആണ്? അത് ആംബുലൻസ് ബസ് ആണ്. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെയാണ് ഇത് ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പെക്യൂലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് സിക്ക് ചിൽഡ്രൻ ഓർ അഡൽട്സ് ഓൺ ഔട്ടിംഗ്സ് or vacations away from the hospitals, hospitals or care homes. Okay, whether they are in a long-term care. പ്രത്യേകിച്ച് ഈ ലോങ് കെയർ അല്ലെങ്കിൽ ലോങ് ടേം കെയർ ഫെസിലിറ്റികളിലൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. പേഷ്യൻസ് അതിപ്പോ മുതിർന്നവരാവാം, കുട്ടികളാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പുറത്തേക്ക് അവരെ ഔട്ടിങ്സിന് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കേഷൻസിനൊക്കെ അല്ലെങ്കിൽ ഔട്ടിങ്സിനൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നവരെ, അതൊക്കെ ആസ് എ പാർട്ട് ഓഫ് ചാരിറ്റി, ചാരിറ്റിയുടെ ഭാഗമായിട്ട്. പ്രത്യേകിച്ച് ഈ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ, ഇത് നമ്മളിപ്പോ ഈ ജെറിയാട്രിക് സെന്ററുകള് അങ്ങനെയൊക്കെയുള്ള എന്താണ് അത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലുള്ള രോഗികള്. അപ്പൊ അത്തരം രോഗികൾ എന്ന് പറയുമ്പോൾ അവര് കുറെ കാലങ്ങളോളം ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അത്തരം പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നാൽ ശരിയാവോ? ഇല്ല, ഇടയ്ക്കൊക്കെ അവര് ഔട്ടിങ്സിന് കൊണ്ടുപോകണം അല്ലെ, പുറത്തേക്ക് കൊണ്ടുപോകണം. അതൊരു ചാരിറ്റിയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. Charity for the purpose of taking children or adults on outings or vacations away from the hospitals, where they are in long-term care. Long-term കെയറിലുള്ള പേഷ്യൻസിനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആസ് എ പാർട്ട് ഓഫ് ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ചാരിറ്റി ആംബുലൻസിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ ഇൻക്ലൂഡ് യുണൈറ്റഡ് കിങ്ഡംസ് ജുംബുലൻസ് പ്രോജക്റ്റ് ആണ് കേട്ടോ. ജംബുലൻസ്, ഓക്കെ, ജംബുലൻസ് പ്രോജക്റ്റ്. These are commonly based on a bus. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജംബുലൻസ് പ്രോജക്ട്, യുകെയുടെ ജംബുലൻസ് പ്രോജക്ട് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചാരിറ്റി ആംബുലൻസ് ആണ്, നമ്മുടെ യുകെയിലുള്ളതാണ് ജംബുലൻസ് പ്രോജക്ട് കേട്ടോ. അതെന്ന് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകള്, അതുപോലെ ഈ പറയുന്ന
മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ജെപ്പുലൻസ് പ്രോജക്ട്. UK അതുപോലെ യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഈ പറയുന്ന ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും മറ്റുമായിട്ടൊക്കെ ഉപയോഗിച്ച ഒരു ആംബുലൻസ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ചാരിറ്റി ആംബുലൻസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ UKയുടെ ജെമ്പുലൻസ് പ്രോജക്റ്റ് ആണ് ഇതിന് പറയുന്നത്. എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് ദിസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ബസ് തന്നെ ആയിരിക്കും. കാര്യം ഒരു കൂട്ടം ആളുകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അതിലൂടെ സാധിക്കും. സാധാരണ ആംബുലൻസിൽ നമുക്ക് 1-2 പേരെയല്ലേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്തരം ബസ് പോലെയുള്ള ആംബുലൻസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് ബാരിയാട്രിക് ആംബുലൻസ് കേട്ടോ. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a peculiar mode of patient transport ambulance designed for extremely overweight patients. Underline ചെയ്ത് വെക്കാം. Extremely overweight patients equipped with the proper tools to move and manage these patients. അതായത് ഇതും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. ഇതെന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തത്? വളരെ അമിതഭാരമുള്ള രോഗികളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സജ്ജമായിട്ടുള്ള എന്താണ് ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. അപ്പൊ ഈ ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ അമിതഭാരമുള്ള ആളുകളൊക്കെ, കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകം അതിനകത്ത് എക്യുപ്മെന്റ്സും സജ്ജീകരണങ്ങളൊക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. ബാരിയാട്രിക് ആംബുലൻസ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യൻസ് ആണ്. ഇത് അമിതഭാരമുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബാരിയാട്രിക് ആംബുലൻസ്. അപ്പൊ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. പിന്നെ 6ാമത്തത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് അതായത് collects the bodies of individuals who have died suddenly from heart attacks, accidents and other emergencies and tries to preserve the organs. പേരിൽ തന്നെ കിടപ്പുണ്ട് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പ്രത്യേകിച്ച് പെട്ടെന്ന് അറ്റാക്ക് വന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വന്ന് മരണപ്പെടുന്ന ബോഡീസിൽ നിന്ന് അവരെ അങ്ങനത്തെ അത്ര ഡെഡ് ബോഡീസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഓർഗൻസ് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ചില ആളുകൾ ഇപ്പൊ മരണപ്പെട്ടാലും എന്തെങ്കിലും ഓർഗൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. 7ാമത്തത് സൈക്യാട്രിക് ആംബുലൻസ് ആണ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് ദ സൈക്യാട്രിക് എമർജൻസീസ്. സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ള അല്ലെ, മെന്റലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസിനെ അവര് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സജ്ജമായിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. അപ്പൊ അതിൽ അത്യാവശ്യം മെന്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എന്താണ് സ്റ്റാഫുകൾ ആ ഒരു ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ 7 ടൈപ്പായിട്ട് തിരിച്ചത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫങ്ഷണൽ ടൈപ്സ് ആണ്. ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ എമർജൻസി ആംബുലൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് വിത്ത് ദ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. എമർജൻസി ആണല്ലോ. അപ്പൊ ക്രിട്ടിക്കൽ ഇഞ്ചുറി ഉള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് എമർജൻസി ആംബുലൻസ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് പ്രത്യേകം പറയണം ഫോർ നോൺ അർജന്റ് കെയർ. അല്ലെ, അർജന്റ് കെയർ ഉള്ള കേസുകളൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ഡയാലിസിസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള മാത്രം പർപ്പസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ വരുന്നത്. നോൺ അർജന്റ് കെയർ ആണ്. അർജന്റ് കെയർ ഒന്നുമില്ല, നോൺ അർജന്റ് കെയർ ആണ്. അങ്ങനെ തന്നെ പറഞ്ഞു പിടിക്കും. ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോൾ റെഗുലർ ബസ് പോലെ തന്നെയാണ്. ഒരു ബസ്സിന്റെ അതേ ഫ്രെയിം വർക്ക് തന്നെയാണ് അതിനുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്യാൻ ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. അല്ലെ, ഒരു കൂട്ടം പേഷ്യൻസിനെ നമുക്ക് ഒരുമിച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള പേഷ്യൻസിനെ അവരെ ഔട്ടിങ്സിന് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടെ വെക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അവരെ പുറത്തു കൊണ്ടുപോകുന്നതിന് ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുപോകുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. എക്സാമ്പിൾ ഏതാ നമ്മൾ പഠിച്ചത്? UKയുടെ ജെമ്പുലൻസ് പ്രോജക്റ്റ് കേട്ടോ.
ബരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അമിത ശരീരഭാരമുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് എന്ത് ബാരിയാട്രിക് ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ എമർജൻസി ആക്സിഡന്റ് മൂലമൊക്കെ മരണപ്പെട്ട പേഷ്യൻസിന്റെ ബോഡി കളക്ട് ചെയ്യാനും അതിൽ നിന്ന് ഓർഗൻസിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് equipped ആയിട്ടുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. സൈക്കാട്രിക് ആംബുലൻസ് മീൻസ് സൈക്കാട്രിക് എമർജൻസി ഉള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജമായിട്ടുള്ളതാണ് സൈക്കാട്രിക് ആംബുലൻസ് കേട്ടോ. അപ്പൊ ഇത് ഈസി ആയിട്ടില്ലേ, പഠിക്കാൻ ആവശ്യമൊന്നുമില്ല. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബരിയാട്രിക് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഇത് ഫങ്ഷണൽ ടൈപ്സ് ആണ്. ഇനി നമ്മൾ ഈ റോഡ് ആംബുലൻസിന് പല ടൈപ്പുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും എ ടൈപ്പ് ആണോ, ബി ടൈപ്പ് ആണോ, ഡി ടൈപ്പ് ആണോ എന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ടൈപ്പുകൾ വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. 4 ടൈപ്പാണ്, എ ബി സി ഡി എന്ന് പറയുന്ന 4 ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നു. അപ്പോ ഇന്ന് തന്നെ നമ്മുടെ സൗജന്യ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. സൗദ അവര് പറഞ്ഞു തരും, അതനുസരിച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. ക്ലാസ് കേൾക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എക്സാം എപ്പോഴും അറ്റൻഡ് ചെയ്യണം കേട്ടോ. അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് എടുത്തുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലാതെ പോകില്ലേ. ഓക്കെ, സൗദ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം അറിയില്ലായിരുന്നു. ഓക്കെ, ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും ആഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആഡ് ചെയ്ത് പരസ്പരം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഷെയർ ചെയ്യാം. ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഷെയർ ചെയ്യാമല്ലോ. ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളിപ്പോ ഇതിൽ ഇട്ടിട്ടുണ്ട്. പ്രിൻസ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ശരി കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം.